കേശവ, എന്നോട് ഞാനൊരു പണിക്കാരിയെ നോക്കാൻ പറഞ്ഞിട്ട് എന്തായി? തമ്പുരാട്ടി, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആരും വരാൻ കൂട്ടാക്കുന്നില്ല. പുറം പണിക്കാണെങ്കിൽ വരും, പക്ഷേ വീട് പണിക്ക്. നീ ആരെങ്കിലും കിട്ടുമോ നോക്ക്. എത്ര വേണമെങ്കിലും കാശ് കൊടുക്കാം. നല്ല വൃത്തി വേണം. എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടാണെന്ന് പറയുമ്പോ എല്ലാരും ഒഴിവ് പറയും. ശിവക്കുഞ്ഞിനെ പേടിച്ചിട്ടാണേ. കഴിഞ്ഞ തവണ വന്ന കൊച്ചിനെയും അവൻ കരയിപ്പിച്ചാ വിട്ടത്. എന്ത് ചെയ്യാനാ, അവൻ ഇങ്ങനെയായി പോയി. തമ്പുരാട്ടി, വിരോധമില്ലെങ്കിൽ എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. പാവങ്ങളാണ്, ചെറിയ പെങ്കൊച്ച, കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അതിന്റെ തന്തയും തള്ളയൊക്കെ കഴിഞ്ഞ വർഷം മരിച്ചു. അതിന്റെ 20ാമത്തെ വയസ്സില് അതിനിഷ്ടമില്ലാതെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ വീട്ടിൽ കുറെ അനുഭവിച്ചു. സഹിക്കാനാവാതെ അവിടെ നിന്ന് ഇറങ്ങി പോയതാ. 2 വർഷമായി ഇവിടെ. കഴിഞ്ഞ വർഷം അതിന്റെ തന്തയും തള്ളയും മരിച്ചതോടെ ആ ദ്രോഹിയായിട്ടുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ ശല്യം ചെയ്യുക. അവനെ പിടിച്ച് ആ കൊച്ചു അനിയത്തിയെ ടൗണിൽ നിർത്തി പഠിപ്പിക്കാണ്. രാത്രി അടുത്ത വീട്ടിലെ കൊച്ചു കൂട്ടിന് പോകും, ഇല്ലെങ്കിൽ ആ ദുഷ്ടം വന്ന് ഉപദ്രവിക്കും. അയ്യോ, കഷ്ടാണല്ലോ. എല്ലായിടത്തും ചെന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആകെ വിഷമത്തില. ഇവിടെ ആവുമ്പോ ശിവക്കുഞ്ഞിനെ പേടിച്ച് ആരും വരില്ലല്ലോ. അതിനും അതിന്റെ താഴെയുള്ളതിനും ഒരു ഉപകാരമാവും ഇവിടുത്തെ പണി. ആണോ? എന്നാ നാളെ തന്നെ ആ കുട്ടിയോട് വരാൻ പറ. ശരി തമ്പുരാട്ടി, വളരെ ഉപകാരമായി. എന്നാ കേശവ, പുറം പണിക്ക് നീ ഒരാളെ കൊണ്ടുവാ. ശരി തമ്പുരാട്ടി, എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ, തീരെ വയ്യ. എന്റെ അമ്മാളുമ്മേ, നിങ്ങൾ ആ വാസുദേവന്റെ മകളെ പറ്റിയല്ലേ പറഞ്ഞത്? അതെ, അതിനിപ്പോ എന്താ? അതൊരു പാവം പെങ്കൊച്ചല്ലേ, അതിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇനിയും അതിനെ നരകിപ്പിക്കാനോ? അതിന് ഞാൻ ആ കുട്ടിക്ക് നല്ലൊരു ജോലിയല്ലേ ശരിയാക്കി കൊടുത്തത്. അതെങ്ങനെ നരകിപ്പിക്കലാവും? എന്റെ പൊന്നമ്മാളുമ്മേ, ആ ശിവക്കുഞ്ഞിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അതിന്റെ മുമ്പിലോട്ടാണോ ആ കൊച്ചിനെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്? അതിന് ശിവക്കുഞ്ഞിന് എന്താ പ്രശ്നം? ആ കുഞ്ഞിന് കുറച്ച് ദേഷ്യം കൂടുതലാണ്, അല്ലാതെ ഇപ്പൊ എന്താ പ്രശ്നം? ദേഷ്യം മാത്രമാണോ? ഈ നാട്ടുകാർ പറയുന്നത് കേൾക്കണം. കള്ളുകുടിയും പെണ്ണുകുടിയും എല്ലാം ഉണ്ട്. എന്തനാവശ്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത്? ആ കുഞ്ഞ് അങ്ങനെയൊന്നുമല്ല. എന്നോടൊക്കെ നല്ല സ്വഭാവത്തിലാണല്ലോ. പിന്നെ ആർക്കായാലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ദേഷ്യം വരും, അത്രേ ഉള്ളൂ. നിങ്ങളോടൊക്കെ എന്ത് ചെയ്യാനാ? നല്ല കിളുന്ത് പെണ്ണുങ്ങളോട് അവന്റെ നോട്ടം നാട്ടുകാര് പറയുന്നത്. ഈ വാസുദേവന്റെ മോളെയൊക്കെ കൈ കിട്ടണം. ആ കുട്ടിയാണെങ്കിലോ ഒരു അപ്സരസനെ പോലെയാ കാണാൻ തന്നെ. അവന്റെ കൈ കിട്ടിയ പിന്നെ തീർന്നു. നീ ഒന്ന് പോയ കേശവ, ആ കുഞ്ഞിനെ പറ്റി ഓരോന്ന് വേണ്ടാത്തീനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഞാൻ വരാനുള്ളത് പറഞ്ഞു. ആ കൊച്ചിന്റെ വിധി ഈ വീട്ടിൽ കിടന്ന് അവസാനിക്കാനാവും. ആ കുട്ടിയെ ദൈവം കാത്തോളും. അതിന് ഇതിലും സുരക്ഷിതമായ സ്ഥലം വേറെ എവിടെയില്ല. മധുരാനന്ദ ഹൃദയാരണ്യ സ്വരലാവണ്യ പ്രണയാരവം. ദേവി ചേച്ചി ഒന്ന് നിക്കണേ. എനിക്ക് ജോലി കിട്ടി. ആണോ? എവിടെയാ? എന്തായാലും നന്നായി. അമ്മാളമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്താ. വീട്ടു ജോലിയാണ്, എന്നാലും സാരമില്ല. എന്റെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാ ചേച്ചി. എന്താ മോളെ നീ പറയണേ? അങ്ങോട്ടാണോ മോള് പോകുന്നത്? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? എന്റെ മോളെ, അവിടെ ഉള്ളവരൊക്കെ നല്ലതാ. പക്ഷെ അവരുടെ ഒരു മൂത്ത സന്താനമുണ്ട്. അവനാണെങ്കിൽ സാക്ഷാൽ കാലഭൈരവരാ. അവനെ പിടിച്ച് ആരും അങ്ങോട്ട് പോവാറില്ല. പോരാത്തതിന് എല്ലാ വൃത്തികെട്ട സ്വഭാവവും ഉണ്ട്. അങ്ങോട്ട് പോയാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല എന്റെ മോളെ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാറുള്ളതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു ചേച്ചി. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് എവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരില്ല. ചേച്ചി പേടിക്കണ്ട, ഞാൻ അവിടെ സുരക്ഷിതയായിരിക്കും. എന്റെ ഈശ്വര, കാലഭൈരവന്റെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ നീ തന്നെ കാക്കണേ. എന്റെ ഈശ്വര, ഞാനിന്ന് ജോലിക്ക് പോവാം. എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. മോളെ, കഴിഞ്ഞില്ലേ? നമുക്ക് പോവാം. കഴിഞ്ഞു, നമുക്ക് പോവാം. അമ്മാളു, നീ നേരത്തെ തന്നെ വന്നല്ലോ. തമ്പുരാട്ടി, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ഞാൻ നീ പറഞ്ഞപ്പോ ഇത്ര കുഞ്ഞു മോളാണെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞതിന് തമ്പുരാട്ടി, ഇവളെ പറ്റിയൊക്കെ. ഈ കുട്ടി അവളെ ഒറ്റക്ക് അത് ശരിയാവില്ല, അതാ. എന്തായാലും മോളകത്തേക്ക് കയറി വാ. എന്നാ ഞാൻ ഇറങ്ങാണ് തമ്പുരാട്ടി. ഞാൻ എന്റെ മോന്റെ കൂടെ പോവാണ്. അതിനു മുമ്പ് ഇതിനെ ഇവിടെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ. ഓ, എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ മോള് ചെല്ല്, ഞാനീ പോവാണ്. ശരി. ലക്ഷ്മി, അമ്മേ, ദാ വരണോ.
എന്താ അമ്മയെ വിളിച്ചേ? ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കുട്ടി. ആണോ? എന്റെ ഈശ്വര, നമ്മുടെ പാറുമോൾ അത്രയല്ലേ ഉള്ളൂ. എന്താ മോളുടെ പേര്? വൃന്ദ. മോൾക്ക് എത്ര വയസ്സായി? 25 വയസ്സ്. ഈ ചെറിയ പ്രായത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞല്ലേ. മോളിനി ആരും പേടിക്കണ്ട. ഇവിടെ വന്ന് മോളെ ആരും ഒന്നും ചെയ്യില്ല. ലക്ഷ്മി, മോൾക്ക് റൂം കാട്ടിക്കൊടുക്ക്. ശരി അമ്മേ, വാ. ചെല്ലു മോളെ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്. ശരി നമ്പരാട്ടി. വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. മോള് മുത്തശ്ശീന്ന് വിളിച്ചാ മതി. നീ എന്റെ പാറുമോളേക്കാൾ 4 വയസ്സേ കൂടത്തുള്ളൂ. ശരിയാ, എന്നെ ലക്ഷ്മി അമ്മ എന്ന് വിളിച്ചാ മതി. വാ, ഞാൻ റൂം കാണിച്ചു തരാം. ശരി. ഇതാണ് മോളുടെ മുറി. ഭേദാടെ വെച്ചിട്ട് വാ, ഞാൻ എല്ലാവരെയും കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ശരി. മോള് വാ, മോളോടെ വന്ന് ഇരിക്ക്. എന്നെയും അമ്മയെയും പരിചയപ്പെട്ടില്ലേ? എനിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. മോള് കോളേജിലാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിലാ, ലീവ് കിട്ടുമ്പോഴേ വരുള്ളൂ. പിന്നെ ചെറിയ മോൻ പ്രൊഫസറാണ് കോളേജില്. അവനിവിടെ ഉണ്ട്. പിന്നെ എന്റെ വലിയ മോൻ, അവന് മോൾക്ക് വയ്യ മനസ്സിലാവും. ഈ വീട്ടിൽ മോള് അവനെ മാത്രം പേടിച്ചാൽ മതി. പിന്നെ ഇവരുടെ അച്ഛനെ ബിസിനസ് ട്രിപ്പില്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ. മോള് വാ, ഇപ്പൊ വരും. എല്ലാവരും രാവിലത്തെ ഫുഡ് കഴിക്കാൻ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെ എന്നെ സഹായിച്ചാൽ മാത്രം മതി. എനിക്ക് ഈ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതാ മോളെ ജോലിക്ക് വെച്ചത്. പാചകമൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതിന് മോളെന്നെ സഹായിച്ചാൽ മാത്രം മതി. ശരി. അമ്മേ അമ്മേ, വേഗം ഫുഡ് എടുക്ക്. എനിക്ക് നേരം വൈകി. ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയാവും. അതാണ് പറഞ്ഞ നേരത്തെ എണീക്കണമെന്ന്. അതിനെങ്ങനെ? പ്രൊഫസറാണ് പോലും പ്രൊഫസർ. അമ്മേ, അല്ല അല്ല, ഇതാരാ? ഇതാണ് മുത്തശ്ശി പറഞ്ഞ ആള്. ഇതോ? ഇത്ര സുന്ദരിയായ ജോലിക്കാരിയോ? ഒന്ന് പോടാ, വൃന്ദമോളെ കളിയാക്കാതെ. ഓ, വൃന്ദാന്നാണോ പേര്? എന്റെ പേര് സൂര്യ. എന്നെ സൂര്യേട്ടാന്ന് വിളിച്ചു അല്ല അമ്മേ? മോളെ, അവൻ ഇങ്ങനെയാണ് കേട്ടോ. ഇവൻ എങ്ങനെ പ്രൊഫസറായിന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മൂക്കൊന്നും തോന്നരുത്. അല്ലമ്മേ, ഈ കൊച്ചിന് വെറും ചിരി മാത്രമേ ഉള്ളൂ, അതോ ഇനി ഈ കൊച്ചു ഊമയാണോ? ഒന്ന് പോടാ, നീ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ച അതെങ്ങനെ നിന്നോട് മറുപടി പറയും? ഓ ആയിക്കോട്ടെ. അല്ല, വീട്ടിലെ അനിയത്തി മാത്രമേ ഉള്ളൂ അല്ലേ? അച്ഛമ്മ പറഞ്ഞിരുന്നു. അല്ല, എന്നിട്ട് എന്താ അനിയത്തി ചെയ്യുന്നത്? അവള് ടൗണിൽ ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. ഓ ആണോ? ഞാനും അവിടെ തന്നെയാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? അവള് ബികോം സെക്കൻഡ് ഇയർ ആണ്. ആണോ? ഞാൻ അക്കൗണ്ടൻസി ആണ് എടുക്കുന്നത്. എന്താ അവളുടെ പേര്? വേണി വിശ്വനാഥ്. ഓ, വേണിയുടെ ചേച്ചിയാണോ? എന്താടാ, നിനക്കറിയോ അവിടെ അനിയത്തിയെ? ആ അറിയാലോ, എന്റെ സ്റ്റുഡന്റാ. സ്മാർട്ടാണ്, നല്ലവണ്ണം പഠിക്കും. ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് പുറകിലോട്ടാണ്. എക്സാം ഒക്കെ എടുത്തതല്ലേ, ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. ഞാൻ പറഞ്ഞോളാം. അല്ല, അപ്പോ പ്രവീണ് നിങ്ങളുടെ? പ്രവീണേട്ടൻ എന്റെ അമ്മാവന്റെ മോനാ. ഏട്ടനുള്ളത് കൊണ്ടാ അവളെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നേ. അമ്മക്ക് മനസ്സിലായില്ലേ പ്രവീണ്? എന്റെ ഫ്രണ്ട് പ്രവീൺ മാഷ്. പിന്നെ അറിയാതെ, പ്രവീൺ മോൻ അറിയാതെ? അത് മോളുടെ ഏട്ടനാണോ? അവര് ഞങ്ങൾ എത്ര കാലം നോക്കി. പിന്നെ അവർക്കൊരു ബാധ്യത ആവണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ജോലിക്ക് പോകൽ തുടങ്ങിയത്. അമ്മാവനും അമ്മായിയും അവിടെ വന്ന് നിൽക്കാനൊക്കെ പറയും. പക്ഷെ അയാൾ അവിടെ വന്ന് അവർ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തെ. ഇനി പേടിക്കണ്ട. ഈ രാവണക്കോട്ടയിലോട്ട് ജീവന് കൊതിയുള്ളവരാരും വരില്ല. പേടിക്കണ്ട, രാവണന്റെ മുമ്പ് പെടാതിരുന്നാ മതി അല്ലേ അമ്മേ? ഒന്ന് പോടാ, എന്റെ മോനെ പറ്റി ഓരോന്ന് പറയാതെ. ഓ പിന്നെ, ഒരു പാവം മോൻ. അല്ല, എണീറ്റിട്ടില്ലേ? ഇന്ന് ഗർജനൊന്നും കേട്ടില്ലല്ലോ. ഗർജനം കേൾക്കാത്തോണ്ടാ ഇന്ന് ഞാൻ ലേറ്റ് ആയത്. അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. മോളെ, ഈ കാപ്പി ഒന്ന് അവന് കൊണ്ടുപോയി കൊടുക്കുവോ? എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ടാ. എണീക്കുമ്പോ കാപ്പി കണ്ടില്ലെങ്കിൽ ഈ വീട് തല തിരിച്ചു വെക്കും അവന്. ഓ, പൂജ പോയല്ലോ അല്ലേ? അത് തന്നെ ഇത്ര ശാന്തത. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഏട്ടന്റെ അടുത്ത് നിന്ന് അവൾക്ക് വയറ് നിറച്ചിരിക്കുന്നത് കേട്ടിട്ടല്ലേ ഞാൻ എണീക്കാറ്. എന്ത് ചെയ്യാനാ, പാവം പെങ്കൊച്ച്. ഏട്ടന്റെ കയ്യിൽ നിന്ന് അവൾക്ക് എന്നും കേൾക്കും.
ആടാ, അവളുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ടു കൊടുത്തേനെ. മോളെ, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. ഈ സ്റ്റെപ്പ് കയറി പോയിട്ട് രണ്ടാമത്തെ റൂമാ. പേടിക്കണ്ട, കൊണ്ടുകൊടുത്തോ. എണീറ്റിട്ടില്ല തോന്നുന്നു, അതുകൊണ്ട് വെച്ച് പോന്നാ മതി. പിന്നെ ആ പൂജയെ പോലെ വേറെ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നാലേ ചിലപ്പോ വായിക്ക് കേട്ടോന്ന് വെക്കും. ഒന്ന് പോടാ, ആ കൊച്ചിനെ വെറുതെ പേടിപ്പിക്കാതെ. മോള് കൊണ്ടുപോയി കൊടുക്ക്, അവനൊന്നും ചെയ്യില്ല. ഈശ്വര, അതിനവനൊന്നും പറയാതിരുന്നാ മതിയെന്നു. മുത്തശ്ശി ഇന്നലെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോ ഒന്നും പറയില്ലായിരിക്കും. എന്നാലും എന്റെ അമ്മയെ ആ സിംഹത്തിന്റെ കടയിലോട്ടാ ആ മാൻപേടെ കാപ്പിയും കൊടുത്ത് നിങ്ങൾ പറഞ്ഞയച്ചത്. ഒന്ന് പോടാ, പേടിപ്പിക്കാതെ. കേറിച്ചില്ല, ഉറങ്ങാമെന്നല്ലേ പറഞ്ഞത്. വേഗം കാപ്പി വെച്ചിട്ട് പോരാ. എന്റെ ഈശ്വര, ഇതെന്താ മൊത്തം ഇരുട്ടാണല്ലോ. ഇതെന്താ ഡ്രാക്കുള കോട്ടയോ? ഇതൊക്കെ എന്താ? ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലേ? ആരാ? എന്ത് വേണം? അത് ഞാൻ നിനക്കെന്താടി വീട്ടിലുണ്ടോ? അല്ല, നീ ഏതാ? നിനക്കെന്താ എന്റെ റൂമിൽ കാര്യം? ഞാനിവിടെ പുതിയതായി വന്ന. ഓ, അച്ഛമ്മ ഇന്നലെ പറഞ്ഞത് നിന്നെ പറ്റിയാണല്ലേ. ആ കോഫി ഇങ്ങത്താ. അല്ല, എന്താ നിന്റെ പേര്? വൃന്ദ. ദേ പെണ്ണെ, എനിക്ക് ഈ വീട്ടിൽ സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ ഓക്കോ. എന്റെ ഈശ്വര, ഇതെന്ത് സാധനം? ഒന്ന് ചിരിച്ചാൽ എന്താ മുട്ടുപോയോ? എല്ലാവരും പറയുന്ന പോലെ തന്നെ ശരിക്കും ഒരു കാട്ടാളൻ. ഹലോ സാർ, ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. ഓഫീസിൽ കുറച്ച് പ്രോബ്ലംസ്. സാർ ഒന്ന് ഇവിടെ വരെ വരാമോ? വിഷ്ണു, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസുകാരും എന്നോട് വിളിച്ച് പറയാതിരിക്കരുതെന്ന്. ഞാനും ആ ഓഫീസിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനിയുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് അദ്ദേഹത്തെയാ, നിങ്ങളുടെ ബോസിനെ, അല്ലാതെ അയാളുടെ മകനായ എനിക്കല്ല. നിനക്കറിയുന്നതല്ലേ, 4 വർഷം മുമ്പേ ഞാനും അയാൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചതാ. അതുകൊണ്ട് മേലാൽ അയാളുടെ കമ്പനിയെ പറ്റി എൻ്റെ ഫോണിലോട്ട് വിളിച്ച ഈ ശരിക്കുള്ള ശിവേന്ദ്രൻ ആരാണെന്ന് നീ അറിയും. വെച്ചിട്ട് പോടാ. தங்கம் கதையுதா, அதுக்கும் உடகுதா, மொத்தம் தோன்றதுதா. സുഖിതാനെ മോഹിരേനെ മാമാ கொஞ்சம் நாளா. ഓ, എന്റെ പെണ്ണെ, എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. നീ എന്തെടുക്കുമായിരുന്നു? സോറി ഡി, എനിക്ക് നല്ല വയറ് വേദനിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പോരണ്ടാന്ന് പറഞ്ഞതല്ലേ, അപ്പൊ നിനക്ക് നിന്റെ സാറിനെ കണ്ടേ പറ്റൂ. ഒന്ന് പോടി. അങ്ങനെയൊന്നുമില്ല, എനിക്ക് പോന്നപ്പോ ഇത്ര പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, സത്യം പറഞ്ഞു നിനക്ക് സൂര്യ സാറിനോട് പ്രേമല്ലേ. ഒന്ന് പോയേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ക്രഷ്, അല്ലാതെ പ്രേമൊന്നുമല്ല. ഓ, ഞാൻ വിശ്വസിച്ചു. എന്തായാലും വാ, നിന്റെ സൂര്യ സാറ് പ്രിയടല്ലേ, നടക്ക്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. എക്സാം എടുത്തു, അതുകൊണ്ട് എല്ലാത്തത്തെയും പോലെ ഉഴപ്പാൻ നിൽക്കരുത്. നല്ലവണ്ണം പഠിക്കണം. പിന്നെ നാളെ ഞാനൊരു ക്ലാസ് ടെസ്റ്റ് വെക്കുന്നുണ്ട്.
ആരും മുങ്ങാനും വിചാരിക്കണ്ട, എല്ലാവരെയും ഞാൻ പൊക്കും. മനസ്സിലായല്ലോ? എന്നാ ബുക്കെടുക്ക്. ഓ സമാധാനം, ഇയാൾക്ക് വേറെ പണിയില്ലേ? ഒന്ന് ചുമ്മായിരിക്കടി. ഓ ഞാനൊന്നും പറയുന്നില്ലേ. ഓ നിന്റെ സാറിനെ പറഞ്ഞാൽ നിനക്ക് കൊള്ളുമല്ലോ. പാർവതി, എന്താണ് സംസാരം? ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണ്. ഓക്കെ സാർ. ഇനി ഇയാൾക്ക് ഇതെന്താണാവോ? അങ്ങനെ തന്നെയാണ് നിനക്ക്. പോടിച്ചു ഇഷ്ടേ. അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളത്തെ ടെസ്റ്റ് മറക്കേണ്ട, എല്ലാവരും പഠിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ? പാർവതി, കമോൺ. എന്താ സാർ വിളിച്ചേ? എന്താടി, നീയോ പഠിക്കില്ല, അവളെങ്കിലും പഠിക്കാൻ സമ്മതിക്കേ. ഓ എന്താണ് മോനെ ഒരാട്ടം? ഞാൻ കാണുന്നുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്തൊരു നോട്ടൊക്കെ. എന്താണ്? എന്ത്? ഒന്ന് പോടി. അവളുടെ ചേച്ചി നമ്മുടെ വീട്ടിലാ ജോലി ചെയ്യുന്നത്. ഇന്ന് പോന്നപ്പോ അവളെ പറ്റി പറഞ്ഞപ്പോ ചുമ്മാ ഒന്ന് നോക്കിയെന്നുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് പോയേ നീ. ആണോ? വൃന്ദീച്ചി എവിടെയാണോ? അയ്യതാ അത് കലക്കി. എന്താടി ആകെ ഒരു വശപ്പശക്. എന്താ ഈ കുഞ്ഞിത്തലയിൽ ഓടുന്നത്? ഒന്നുമില്ല. ഞാൻ ഇന്ന് വെക്കേഷൻ അവളെ വീട്ടിലേക്ക് വിളിക്കുമ്പോ അവള് വരാറില്ല. ഇപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വെക്കേഷനിൽ വീട്ടിൽ കൊണ്ടുവരാലോ. ചേച്ചി അവിടെ ആവുകൊണ്ട് സംഗതി എളുപ്പമായല്ലോ. ഓ അങ്ങനെ. എന്നിട്ട് അവൾക്കറിയോ നിന്റെ വീട്ടിലെ അവളുടെ ചേച്ചിയെന്ന്? ഇല്ല, ഇപ്രാവശ്യം എങ്ങനെങ്കിലും വെക്കേഷനിൽ അവളെ വീട്ടിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ വെച്ച് ചേച്ചിയെ കാണുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കരുത്. ഇവിടെ ആർക്കും നിങ്ങൾ എന്റെ ഏട്ടനാണെന്നൊന്നും അറിയത്തില്ല. ദയവ് ചെയ്ത് ആരെയും അറിയിക്കരുത് പ്ലീസ്. ഓ അപ്പൊ ആർക്കും അറിയില്ല? എനിക്കും അറിയത്തില്ല. ഇല്ല. എന്തേ, അവളോട് പറയണോ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ നീ ക്ലാസ്സിൽ പൊക്കോ. എന്നാലും എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ നാറുന്നുണ്ട്. എന്റെ വേണിക്കൊച്ചേ, നിന്നെ ഞാൻ എന്തായാലും എന്റെ ഏട്ടന്റെ ഭാര്യയായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്രാവശ്യം വെക്കേഷനിൽ നിനക്ക് എന്തായാലും ഒരുപാട് സർപ്രൈസ് ഉണ്ടാകും. എന്തിനാ സാറ് വിളിച്ചേ? ഓ അതൊന്നും പറയണ്ട, എന്നെ ഇഷ്ടാന്ന് പറയാനാ വിളിച്ചേ. ശരിക്കും ശരിക്കും സാർ അങ്ങനെ പറഞ്ഞോ? ഒന്ന് പോടി. സാർ എന്നെ വിളിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ക്ലാസ് സംസാരിച്ചതിന് വായിക്ക് പറയാൻ വിളിച്ചത്, അല്ലാതെ എന്തിന്? പിന്നെ സാറിന് എന്തിനു കിടന്നില്ലേ എന്നോടൊക്കെ ഇഷ്ടന്ന് പറയാന്? ഞാൻ കരുതി അയ്യടാ അവളുടെ മുഖം കണ്ടില്ലേ, പേടിച്ചു. എന്നാൽ എന്റെ പെണ്ണെ നീ സമ്മതിക്കരുത് കേട്ടോ. ഒന്ന് പോടി, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞപ്പോ ചെറിയ സങ്കടം, അത്രേ ഉള്ളൂ, വല്ലാതൊന്നുമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ നടക്കട്ടെ, നമ്മളില്ലേ. പണികളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി മോള് പോയി കിടന്നു. അല്ല ലക്ഷ്മി, സാറ് വന്നില്ലല്ലോ. ആര്? ശിവയോ? ഓ അവൻ രാത്രി ഒരുപാടാവും വരുമ്പോ. ഏത് കുളത്തിലാഞ്ഞു വരുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല മോളെ. മോള് പോയി കിടന്നു, ഞാൻ തുറന്നു കൊടുത്തോളാം കഥക്. അയ്യോ വേണം ലക്ഷ്മി, ലക്ഷ്മി പോയി കിടന്നോളൂ. മരുന്നൊക്കെ കുറിച്ച് ക്ഷീണം കാണും. ലക്ഷ്മി വെക്കോ, ഞാൻ തുറന്നു കൊടുത്തോളാം. അല്ല മോളെ, അവൻ ചിലപ്പോ ഏത് കുളത്തിലാ വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ മോളോട് ദേഷ്യപ്പെട്ടാലോ? വേണ്ട, ഞാൻ തുറന്നു കൊടുത്തോളാം. ദേഷ്യപ്പെട്ടോട്ടെ, സാരല്ല. ഇതിലപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഇത്. ലക്ഷ്മി വെക്കോ, ഞാൻ തുറന്നു കൊടുത്തോളാം. ശരി എന്നാ. ഓ എന്റെ ഈശ്വര, ഇയാൾ വന്നോ? എന്താടി നിനക്ക് ഉറക്കൊന്നുമില്ലേ? അത് കഥക് തുറക്കാൻ. മാറി നിക്കങ്ങോട്ട്. ഞാൻ വിളിക്കാം. വേണ്ട, എന്നാരും പഠിക്കണ്ട, അവിടെ മാറി നിക്ക്. ഈശ്വര, ഇതെന്താ ഇങ്ങനെ?
ഷോ ഇങ്ങ് വാ, ഞാൻ പിടിക്കാം. എന്നെ പിടിക്കണ്ട, എന്നെ വിട്. എന്നെ പിടിക്കണ്ട, എനിക്ക് തനിയെ പോകാൻ അറിയാം. എന്നെ വിടാൻ. ഓ എന്തൊരു വെയിറ്റ് അയാൾക്ക്. ഇയാളിത് എന്താ തിന്നുന്നത്? ഓ എന്റെ നാട്ടു. ഷോ ഓ കുറച്ചു നേരം ഇയാളെ താങ്ങിയപ്പോഴേക്കും എന്റെ നാട്ടു പോയി. ഞാൻ ഈശ്വര ഇയാളെ കെട്ടാൻ പോകുന്നവളുടെ ഭീതി. നന്ദ, 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 നീ എന്തിനാ വിട്ടുപോയെ? നന്ദ, എന്ത് ഇയാൾ പിറുപിറുക്കുന്നത്? അങ്ങോട്ട് മാറി നിക്ക്. ഓ എന്റെ ഈശ്വര, രക്ഷപ്പെട്ടു. ഇയാളിത് ആരെ പറ്റിയാ പറയുന്നത്? ആർക്കറിയാം. ഷോ എന്റെ നാട്ടു. അച്ഛ, അച്ഛ, സോറി അച്ഛ. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് വേണം അച്ഛ, അച്ഛ. സാർ, സാർ, അങ്ങോട്ട് മാറി നിക്ക്. എന്റെ അമ്മേ, ജീവൻ തിരിച്ചിട്ടത് ഭാഗ്യം. ഇവന് പോകുന്ന നല്ലത്. എന്നാലും നന്ദ ആരായിരിക്കും? ആർക്കറിയാം. വെറുതെ ഞാൻ ആലോചിച്ച് തലമുണ്ടാക്കുന്നേ.